പത്തനംതിട്ട ഇളമണ്ണൂരിൽ കാർ ഇടിച്ച് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിലായി. തമിഴ്നാട് സ്വദേശികളായ 3 പേരാണ് പിടിയിലായത്. മൂവർക്കുമെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. മദ്യലഹരിയിൽ പ്രതികൾ ഓടിച്ച കാർ ഇടിച്ച് കുന്നുവിള സ്വദേശിയായ ഉഷയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ശാന്തയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. അപകടത്തിൽ ശാന്തയുടെ ചെറുമകൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യമടക്കം അന്ന് പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ കാണാം ആദ്യം. ഇന്ദുലേഖ രേണു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇന്ദു, ഗുഡ് മോർണിംഗ്. ഇന്ദുവിന്റെ വൈറൽ പീഡികയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. അപ്പോഴാണ് ഈ അപകട വാർത്ത. ഈ പ്രതികളെ എവിടെ വെച്ചാണ് പിടികൂടിയത് ഇന്ദു? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കണ്ട ദൃശ്യം ഏറെ ഭയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഏറെ ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു ദൃശ്യമായിരുന്നു പുറത്തു വന്നത്. റോഡിന് സൈഡിലൂടെ നടന്നു പോയുള്ള 3 പേർക്ക് നേരെ വാഹനം ചീറിപ്പാഞ്ഞു വരികയായിരുന്നു. അതിൽ 2 പേരെ ഇടിച്ചു തെറിപ്പിച്ചു. അത്ഭുതകരമായിട്ടാണ് ആ കുഞ്ഞുകുട്ടി രക്ഷപ്പെട്ടത്. അന്ന് നമുക്ക് ഈ പ്രതികൾ ആരാണ് എന്നുള്ള വിവരങ്ങൾ വ്യക്തമായി പുറത്തു വന്നിരുന്നില്ല. ഇന്നിതാ ഇപ്പോൾ പ്രതികൾ ആരാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. 3 പേരുണ്ടായിരുന്നു ആ കാറിനുള്ളിൽ. 3 പേരും തമിഴ്നാട് സ്വദേശികളാണ്. മധുര കോവിൽപ്പെട്ടി സ്വദേശിയായിട്ടുള്ള സൂര്യ, രാജഗോപാൽ നഗർ സ്വദേശി ശക്തി, അതുപോലെ തന്നെ തെങ്കാശി കോട്ടപ്പുറം സ്വദേശി സതീഷ് എന്നിങ്ങനെ 3 തമിഴ്നാട് സ്വദേശികളായിരുന്നു ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3 പേരും പിടിയിലായിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ 3 പേർക്കെതിരെയും കേസെടുത്തിരുന്നു. അന്ന് ഈ സംഭവം നടന്ന് ഈ അപകടം നടന്നതിന് ശേഷം നാട്ടുകാർ തന്നെ ഇവരെ പിന്നാലെ പോയി ഈ വാഹനം പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ 3 പേരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ് ആര്യ.